How are you? Mom! Where have you been this whole week? Dad, you too? മോളെ കാണാൻ വല്യപ്പച്ചനും വല്യമ്മച്ചയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. Really? എന്നിട്ടെവിടെ? ജെറ്റ് ലാഗിന്റെ ഉറക്കമാ, പിന്നെ വരും. നാട്ടിലുള്ളവർക്കേ സ്നേഹമുള്ളൂ, ഇവിടെ ഉള്ളവർക്ക് ഒന്നിനും നേരമില്ലല്ലോ. ഒരാഴ്ചക്കകം വീട്ടിൽ പോകാൻ ഡോക്ടർ മാഡി പറഞ്ഞു. പിന്നെ ഡ്രൈവ് ചെയ്യാം, സ്മോക്ക് ചെയ്യാം, വേണമെങ്കിലും 1-2 ഡ്രിങ്ക്സ് ആകാം. That means I'm going to be free again. ഇത് മോള് അങ്ങോട്ടിട്ടെ. What is it? വല്യമ്മച്ചി വേളാങ്കണ്ണിന്ന് മുത്തിച്ചതാ. Dad, this is awful. Jeez, Mom, I die if the girls saw me wearing that. എനിക്ക് കുറച്ചുകൂടി സ്റ്റൈലുള്ള ഒരെണ്ണം മുത്തിച്ചൂടായിരുന്നോ? മോള് ഇതൊന്നിട്ടെ. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? What's with you guys? ഡോക്ടർമാരുടെ സുവിശേഷം കൂടിയോ? എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ. മാം, പേടിക്കണ്ട. ഇനി എന്ത് വന്നാലും റേച്ചൽ ജോയ്സ് പാലിക്കാൻ മണ്ണിൽ ആത്മഹത്യ ചെയ്യില്ല. I promise. That's good. Dad. Colonel Abdullah, yes. In Siachen, the world's highest active battlefield, perhaps the only strategic advantage of the Indian Army was height, the psychological advantage of looking down on the enemy. താങ്കൾ എഴുതിയതല്ലേ ഇത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് ബാറ്റിൽ സൈക്കോളജി എന്ന പുസ്തകത്തിൽ? നേര് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ്. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ താങ്കൾ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? തെറ്റാണെന്ന് പറഞ്ഞാലും എന്റെ ഫിലോസഫി ഡോക്ടർ ഓർത്തിരിക്കുന്നല്ലോ, വളരെ സന്തോഷം. പിന്നെ ഞാൻ എഴുതിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭ്രാന്തന്മാരെ ചികിത്സിച്ചുള്ള അറിവ് പോരാ. യുദ്ധം സിനിമയിൽ കണ്ടിട്ടും കാര്യമില്ല, വെടിയുണ്ടകളുടെയും ബോംബുകളുടെ ഇടയിൽ ജീവിച്ചുള്ള പരിചയം വേണം. റബിഷ്. വേശ്യകളെ പറ്റി കഥ എഴുതാൻ വേശ്യാവൃത്തി സ്വീകരിക്കണമെന്ന് പറയും പോലെ ഉള്ളൂ ഇത്. താങ്കളുടെ അപഗ്രഥനങ്ങളിൽ തഴമ്പില്ല കേണൽ. ബട്ട് ഐ ലൈക്ക് യുവർ സ്റ്റോറീസ്. അതിൽ ചില ജീവിത സത്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്, എഴുതിയെടുത്തോളം ഞാനൊന്ന് വായിക്കട്ടെ. അത് വേണോ? എനിക്ക് റോബി ഒന്ന് കാണുമായിരുന്നു. നോ, അത് നടക്കുന്ന വിഷയമല്ല. വൈ ഇസ് ദാറ്റ്? താങ്കൾക്ക് റോബിയെ എത്ര നാളായിട്ട് അറിയാം? കുറച്ചു കാലമായിട്ട്. അവനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലായി ദാനിയൽ അച്ഛൻ അറിയാം. അനാഥനായിരുന്ന അവനെ ചെറുപ്പത്തിലെ അമേരിക്കയിൽ എത്തിച്ചത് അച്ഛനാ. ഇതിനു മുമ്പ് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? അതെനിക്കറിയില്ല. യെസ്, യു നോ സംതിങ്, ദിസ് ഈസ് ഹിസ് 4th attempt. റിയലി? ഇവിടെ വന്നതിന് ശേഷവും ഒരു ശ്രമം നടത്തി. പിള്ളേരെ പറ്റിക്കാൻ ഞാൻ ഇവിടെ വെച്ചിരുന്ന പഞ്ചാര ഗുളികകൾ അയാൾ എടുത്തുകൊണ്ട് പോയി. പാവം, ഒക്കെ വിഴുങ്ങി കാണും. സുഹൃത്തിന്റെ പണം നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റബോധം താൽക്കാലികമായ ഒരു കാരണം മാത്രമാണ്. അത് ഞാൻ സോൾവ് ചെയ്ത കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. അതിനും അപ്പുറത്തുള്ള അഗാധമായ അനാഥത്വ ബോധം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാവാം. കുറച്ചു കാലമായി ജീവിതവുമായി സമരസപ്പെടാൻ അയാൾ സ്വയം ഒരു അണക്കെട്ടുണ്ടാക്കാൻ നോക്കി. അതിപ്പോ പൊളിഞ്ഞിരിക്കുകയാണ്. ആ ഒഴുക്കിലൂടെ ഇനിയും പൊട്ടി വീണ് ചിതറാൻ അയാൾ വെമ്പുകയാണ്. ഈ അവസ്ഥയിൽ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും കാണുന്നത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഏതായാലും റോബിയെ കാണാൻ നീക്കിവെച്ച സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് എന്റെ കഥ വായിക്കാം. എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് ഡോക്ടർ. ഐ എം സോറി.
ഹലോ, ഐ കം റോബി. ഡോക്ടർ ഗീവ് നോട്ട് പെർമിഷൻ. അറിയും മലയാളി? പെർമിഷൻ അല്ലേ പിന്നെ എന്തെല്ലാം അകത്ത് കയറിയേ? ഹാവു, മലയാളി തന്നെ. എന്റെ ക്ലോസ് ഫ്രണ്ടാ റോബി. അവനെ കാണാൻ ഞാൻ 4 പ്രാവശ്യം വന്നു. സെക്യൂരിറ്റി കയറ്റി വിട്ടില്ല. അവരെ പറ്റിച്ച ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കയറിയുള്ള കോൺസിക്വൻസ് അറിയാമോ? പലരും എന്നോട് ചോദിച്ചു ഈ കോൺസിക്വൻസ് എന്ന് പറഞ്ഞ ആളറിയോന്ന്. ഞാൻ അറിയില്ല. എങ്കിൽ ഉടനെ സ്ഥലം വിട്ടോ. ഡോക്ടർ രോഗിയെ കാണാൻ പെർമിഷൻ തന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണും. അങ്ങനെ പറയരുത് സിസ്റ്റർ. ഒരു സെക്കൻഡ് ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ജോലി കളയാനാണോ ഭാവം? ഇനിയിപ്പോ എന്താ ചെയ്യ? നമ്മുടെ നാടും അല്ലല്ലോ. ആ സിസ്റ്ററെ, ഒന്നിങ്ങ് വന്നേ. വേറൊരു കാര്യം പറയാനാ. സിസ്റ്റർക്ക് പ്രയോജനമുള്ള കാര്യ. റോബിയെ കാണണ്ട. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടണം തോന്നി. ഏത് പള്ളിയിലെ പോണേ? ഞാൻ പ്രൊഫസർ പൊന്നച്ചൻ കുറ്റിക്കാട് PhD. സിംഗിളാ. സിസ്റ്റർ സിറ്റിസനാണ്. ഡ്യൂട്ടി കഴിയുന്ന എപ്പോഴാ? ഞാൻ വേണമെങ്കിൽ വെളിയിൽ കാത്തു നിൽക്കാം. 1-2 കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. ഒരു മിനിറ്റ് ഇരിക്കോ? ആയിക്കോട്ടെ. പിന്നെ ആ മുടി ഇങ്ങനെ വെക്കണ്ട, കുറച്ച് താത്തി വെച്ച് നല്ല ഭംഗിയുണ്ടാവും. മുറ്റത്ത് മുട്ടുന്ന മുടി അഴിച്ചിട്ടു. Please, come with me. I got a few questions to ask you. ഇവിടെ നഴ്സിനോട് സംസാരിച്ച പോലീസ് പിടിക്കോ? What? ഞാൻ ആ കുട്ടിയോട് ഒന്നും പറഞ്ഞില്ല. I am PhD കുറ്റിക്കാട്. Very decent man from India. You're not Panchan. I am Professor പൊന്നച്ചൻ കുറ്റിക്കാട്. കുറ്റിക്കാട് മീൻസ് ബുഷ്. ബുഷ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തറ ഞാൻ. $4.20 in the pharmacy. St. Club men. Get the hell back to your room. ഓക്കെ, ഞാൻ ഉടനെ പുറപ്പെടാം. Yes, sir. Please come. ശരി. താങ്ക് യു. റോബിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? എല്ലാ അപകടവും. ഇവിടുന്ന് ഫോൺ ചെയ്ത നിമിഷം തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത്? ഒന്ന് വേഗം പറയൂ ഡോക്ടർ. എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. ആരോ മുൻകൂട്ടി തീരുമാനിച്ചെഴുതിയ ഒരു കഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. We can't do anything. We are helpless. Fred, please explain it. Gentlemen, unfortunately, the diagnostic test shows the malignancy is too advanced to respond to either radiological or chemical therapy. Outwardly, the physical symptoms have yet to manifest themselves, but pathology is quite clear on the prognosis. The neutrophil count is extremely high, and we can neither control it nor reverse it. As such, the condition, as far as we can see, is both incurable and fatal. Perhaps immediately fatal. I'm sorry. Are you sure, doctor? റോബിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് തന്നെയാണോ ഇത്? അതെ, ഇതാരും പ്രതീക്ഷിച്ചതല്ല. ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിലാണ് ആദ്യം ഇത് കണ്ടത്. അയാൾ ആഗ്രഹിച്ചത് ദൈവം അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ
ആഗ്രഹിച്ച് മരണത്തെ അയാൾ ക്ഷണിച്ചു വരുത്തി. ഇത് റോബിക്ക് അറിയാവുന്നത് കൊണ്ടാണോ അയാൾ നിരന്തരം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നും എനിക്ക് സംശയമുണ്ട്. ഇവിടെ എത്തിപ്പെടാനും രോഗം കണ്ടെത്താനും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഇനിയൊന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. മരണത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് കൊടുക്കുക.